മാമോ മാമ പണങ്ങിയല്ലേ ഒരു സീറ്റ് ബാക്ക എം ടി ആണോ മാമ രാവിലെ ഗദ്ദാഫി ട്രോളാം ശരി ഞാൻ വിളിക്കുന്നു സണിച്ചാലും ഞങ്ങൾ ഒരു കിലോ റോയിലാണ് The journey begins here. Okay, one more time. Yes. Out here.
ഇതെല്ലാം വെച്ചോണ്ട് ഞാനൊരു വീഡിയോ ഉണ്ടാക്കുന്നുണ്ട്. എല്ലാവരും സൂക്ഷിച്ചോണം. റൂഫ് അങ്ങോട്ട് മാറ്റിയതേ ഉള്ളൂ. ഇത് സ്പെഷ്യൽ ബോബിക്ക് വേണ്ടിയുള്ള ഫോട്ടോയാണ്. അല്ല അല്ല ഓ അച്ഛനെ രാത്രി കാണാൻ ഒരു സുഖമില്ല. അച്ഛനെ ഇരുട്ടത്ത് കാണാൻ ഒരു സുഖമില്ല. പറഞ്ഞാ പോരെ, ഏത് വെളിച്ചത്തും വരും. പറഞ്ഞാ പോരെ തിരിച്ചാ. ഔട്ട് മാത്രം. We'll be back. സ്പെഷ്യൽ ബ്രേക്ക്ഫാസ്റ്റ് ഷൂട്ടിംഗ് ആണ്. ഫ്രീ ലൈൻസ് ഉണ്ടായിരുന്നു. അതെ അതെ. അച്ഛൻ എന്നാ താമസിച്ചു പോയി അച്ഛൻ? ഞാൻ സാധനം എടുക്കാനായിട്ട് ഇവിടെ വണ്ടിക്കകത്ത് വേണ്ട സാധനം മറന്നിട്ട് പോയി. ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഐറ്റം ആയിരുന്നോ? ഇത് നമ്മുടെ സ്നാക്ക്. എന്നാലും തിരിച്ചു പോയി അച്ഛൻ. അച്ഛൻ്റെ മനസ്സിന് നന്ദി. നിങ്ങളുടെ ടോളറൻസ്. അതെ അതെ. ഹലോ, നാളെ കഴിഞ്ഞ് ഇതാ നെറ്റില്ല ഈ ക്യാമറയിൽ. ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴത്തേനാ ഓർത്ത ഇതുപോലൊരു ബസ് മേടിക്കാണെന്ന് പള്ളി. ബസ് പള്ളിക്ക് മേടിക്കണം. പണ്ട് ഇതുപോലെ ഒരു പള്ളിയിൽ പോയതാ, പള്ളി മേടിക്കണമെന്ന് പറഞ്ഞു. അപ്പം അത് നടന്നു. അതെ അതെ. അച്ഛൻ ബസ് മേടിച്ചിട്ട് തന്നെ പാട്ട് പാടാൻ വേണ്ടി ബസ് വേണോ അതോ? യാത്ര പോകാൻ എന്നും യാത്ര. കുറച്ച് കാണിക്കൊന്നും വേണ്ട, ഞങ്ങൾ വേണ്ടി വന്നാൽ വാങ്ങിക്കും. മനസ്സിൽ ഏത് വണ്ടിയാ വേണ്ടിയത്? ഇതുപോലെ തന്നെ പല പിടിവണ്ടി ആയാലോ? ഏത് വണ്ടിയാ നമുക്ക് മേടിക്കേണ്ടത്? 495 കിട്ടും. റോൾസ് റോയ്സോ? ചോയ്സ് ആർ എസ്. 499. അങ്കിളെ 499 ബസ് ഉണ്ടോ? മമ്മിക്ക് ഏത് ബസ്സാണ് പറ്റിയത്? ചിറ്റിക്ക് എങ്ങനെയാ? ഒന്നും വേണ്ട. ചിറ്റി എങ്ങനെ ലേറ്റ് വന്നു? അവസാനം ശോഭയൊക്കെ അടുപ്പ് ഓൺ ചെയ്യാൻ ഇപ്പൊ ഫുള്ളാ എല്ലാരും. രാവിലെ നല്ല പോളിംഗ് ആയിരുന്നു. അതെ. കുക്കിംഗ് ക്ലാസ്സാ സെറ്റാൻ ഇപ്പറേ വന്നു. കുക്കിംഗ് ക്ലാസ്സാ നടക്കുന്നത്.
ഹലോ ഹലോ കേൾക്കാം അല്ലേ? ഓക്കെ, ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ഹലോ. നമ്മുടെ ഈ ട്രിപ്പില് നമ്മുടെ സെന്റ് തോമസ് 3 കുടുംബങ്ങളും ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. സോ ദിസ് ഈസ് എ ടൈം ടു ഇൻട്രൊഡ്യൂസ് to us. So it is time to introduce yourself to us. So ആരാണ് ആദ്യം തുടങ്ങുന്നത്? ഓക്കെ, താങ്ക് യു. അപ്പൊ നല്ലതായിട്ട് ആദ്യം കൈവക്കി അങ്കിൾ നല്ലൊരു ക്ലാപ്പ് കൊടുത്തേ. വെരി ഗുഡ്. വളരെ സ്മാർട്ട് ആയിട്ട് ഗുഡ് ലുക്കിംഗ്. കേൾക്കാം, പറഞ്ഞോളൂ പറഞ്ഞോളൂ. അങ്ങനെ കേൾക്കത്തില്ല, മൈക്ക് അടുപ്പിച്ച് പിടിക്കണം. എന്റെ പേര് രജിത്, എന്റെ ഭാര്യ റേച്ചൽ. ഞങ്ങള് പെരുമ്പാവൂർ CSI പണിയുന്നു. ഞങ്ങളെ ഇൻവൈറ്റ് ചെയ്ത് അങ്ങനെ കൂടെ വന്ന് സന്തോഷത്തിൽ പറ്റിയതിൽ വി ആർ വെരി ഹാപ്പി. താങ്ക് യു. ഇവിടെ താമസിക്കുന്നത് ഓക്കെ, സന്തോഷം. ഓക്കെ. ചേർത്ത് പിടിക്കും, മൈക്ക് ചേർത്ത് പിടിച്ചേ. ആ ഉണ്ടല്ലോ. റൗണ്ടാണോ? എല്ലാവർക്കും അറിയാം. ഞാൻ തളിപ്പറമ്പിൽ താമസിച്ചിട്ടുണ്ട്. ഫ്രണ്ട്സ് ഉണ്ട് ചെറുപുഴ. നിങ്ങള് കത്തിയാളെന്നുള്ള രീതിയിലാണ് അറിയുന്നത്. അങ്ങനെ അറിയാം ഞങ്ങൾ. ആക്ച്വലി നമ്മളിങ്ങനെ കേരളത്തിലെ എല്ലാ സ്റ്റേറ്റ്സിലും ഏത് ആൾക്കാർ എങ്ങനെയാണ് എത്ര പെർസെന്റേജ് നല്ലതാണെന്നുള്ളതിൽ ഏറ്റവും ബെസ്റ്റ് കണ്ണൂരാണ്. സർവേ we did it, okay? It's kind of a funny language. ഞങ്ങളുടെ സ്ലാങ് എന്ന് വെച്ചാൽ ഒരു ഫണ്ണി സ്ലാങ് ആണ്. ഒരു പക്ഷെ നിങ്ങൾക്കത് മനസ്സിലാവുകയില്ല. നമ്മള് എവിടെയാ പോയിന് എന്നാ പോകുന്നത്, എവിടെയാ എപ്പോഴാ പോകുന്നതെന്ന് വെച്ചാൽ എവിടെയാ പോയിന്, നിങ്ങളെന്നാ വരുന്നത്, ഇങ്ങനെയുള്ള ഒരു ഭാഷയാണ് ഞങ്ങൾക്ക്. വേറൊരു കാര്യം കൂടി എനിക്ക് പറയാനുള്ള വെച്ചാൽ ഇത്രയും ക്രൗഡ് ആയത് ഞാൻ കണ്ടുകൊണ്ട് പറയുവാണ്. നമുക്ക് ഹ്യൂസ്റ്റണിലൊരു കളരി അക്കാഡമി ഉണ്ട്. ആർക്കെങ്കിലും അറിയാവോ? അറിയാം. Yeah, I'm one of the members. So I was there starting. Warning alert. Kalari means it's kind of like a friendly thing. Okay. Then I can proudly say I'm a senior citizen, but wow. Yes.
കണ്ണൂരുകാർ അറിഞ്ഞിരിക്കേണ്ട കാര്യം അതുകൊണ്ടാണ്. Yeah, Kalari actually is from the Malabar side and all. Yeah. So, എങ്ങനെ പരിചയം വടക്കനധികം പരിചയമില്ല. both of us, we can show you Tekken and Vadakan, okay? So the thing is, I'm going to say, so we are started already on 18th and 19th, so we've been doing that for almost 4 or 5 years. So we're going to make a show in October 5th. It's going to be in the Stafford Civic Center. The ticket is very cheap, per head 30, for the family it is 100 only. Then, so we're going to provide food also, okay? Wow. So after that, so it's going to be the Kalari and some music and all. Then എല്ലാവരും വന്ന് കാണേണ്ട ഒരു സാധനമാണ്. ഫസ്റ്റ് ടൈം ഇൻ അമേരിക്ക, സോ നോബഡി ഇസ് ഡിഡ്. മൈ ആശാൻ ഇസ് ദ നെയിം ഇസ് രാജീവ് നാരായണൻ. സോ ഹീസ് ഞങ്ങളുടെ ഒരു ഫാമിലി ഫ്രണ്ട് ആയിരുന്നു. സോ ഓൾ ദ ബെസ്റ്റ്. എല്ലാവരും വന്നെന്ന് ഞാൻ പറയുന്നത്. ഞാൻ നിങ്ങളുടെ ഓരോരുത്തരുടെയും വീട്ടിൽ വന്ന് ടിക്കറ്റ് We will come. We will come. ഒരു ചോദ്യമുണ്ട്. ആന്റി എപ്പോഴും ഇറങ്ങുന്നത്? ഡെമോൺസ്ട്രേഷൻ കാണിക്കുമെന്ന് ചോദിക്കുന്നു. ആന്റി എപ്പോഴും ഇറങ്ങുന്നതെന്ന് ചോദിക്കുന്നത്. അടുത്തത് ആലീസ് ജേക്കബ്. ഇപ്പൊ മേരിക്കുട്ടി പറഞ്ഞതനുസരിച്ച് നമ്മുടെ ഹൈലൈറ്റ് ഇതായിരിക്കുമേ. ഇനി എല്ലായിടത്തും എന്തൊക്കെയോ ഇതിനകത്ത് വരാനുണ്ട് കേട്ടോ. ഓക്കെ, കളരി ഇത് വന്നയച്ചാൽ കളർ മാറിയ ബസ്സാ ഇത്. നല്ലൊരു കൈയടി മേരിക്കുട്ടി എത്തി കൊടുത്തേ. Wow. എൻ്റെ പേര് ആലിസ് ജേക്കബ്. ആന്റി ഒന്ന് എഴുതിയിരിക്കാവോ? ഒരു സെക്കൻഡ്, വൺ സെക്കൻഡ്. പേര് കേട്ടില്ല. ആലീസ്. ആലീസിനെ പറ്റി ഒരു വാക്ക് പറയാനുണ്ട്. കേണൽ ഗദ്ദാഫി, ലിബിയയിലെ കേണൽ ഗദ്ദാഫിയുടെ കൂടെ ഇരുന്ന് ആന്റി ജോലി ചെയ്തിട്ടുണ്ട്. ആന്റിയുടെ ഹോസ്പിറ്റലിൽ ഗദ്ദാഫി വരുമായിരുന്നു. ഗദ്ദാഫി ലിബിയയുടെ കേണൽ ഗദ്ദാഫി. Wow, very good. സദ്ദാം ഹുസൈനെ പോലെ ഉണ്ടാക്കി ഞാനതൊക്കെ ബഫോസിന്റെ ടീമിനകത്ത് ഞാനത് കട്ട് ചെയ്തെന്ന് പറ. മോളെ ഓർക്കെ. Wow, welcome. Wow. Philip Jacob. കേട്ടില്ല. മോളുടെ പേരെന്നത് പറഞ്ഞേ. ആ മൈക്ക് ശരിയല്ല. പറഞ്ഞോ. എൻ്റെ പേര് സുബി. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ലോഹ സാർക്കിൽ എല്ലാവരും കൂടെ വന്നു. ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ സെന്റ് തോമസ് ഓർത്തഡോക്സിൽ പോകുന്നതാണ്. എൻജോയ് വിത്ത് യു ഓൾ. താങ്ക് യു.
രാജൻ കെ ജോസഫ് എന്നാണ്. ഞാൻ മൂവാറ്റുപുഴയ്ക്കും പിറവത്തിനും ഇടയ്ക്കുള്ള ഒരു പാമ്പാക്കുടം എന്ന് പറഞ്ഞ നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ട്. ലൈഫ് ഓർമ്മത്തേക്ക് 45 ഇയേഴ്സായി. ഇവിടെയായിരുന്നു ലൈഫ്. ഹലോ ഹലോ മുമ്പേ പറഞ്ഞ ആളുടെ ഹസ്ബൻഡാണത്. എല്ലാവരോടുമായിട്ട് ഈ വിരിച്ചാനെ പറ്റി നിങ്ങൾക്ക് അറിയത്തില്ലാത്ത ചില കാര്യങ്ങൾ ഞാൻ പറയാം. കൊല്ലം റൈഫിൾ ക്ലബിലെ മെയിൻ ഷൂട്ടർ ആയിരുന്നു വിരിച്ചായ. എത്ര പേർക്കറിയാം? മൂന്നാമത്തെ കാര്യം, അച്ഛൻ ഒരു നല്ല മ്യൂസീഷ്യനാണ്. ഇതിനകത്ത് 2 കള്ളമുണ്ട്, ഒരു ശരിയുണ്ട്. അതിലേതാ? ഷൂട്ടർ ആയിട്ടുള്ളത് ശരിയാണ്. രണ്ടാമത്തെ കള്ളം ഏതാ? ഷൂട്ട് ചെയ്തു. കണ്ടുപിടിച്ചിരിക്കുന്നു. ഇനി ഒരു ഗെയിമാണ്. ഇനി എല്ലാവരും പിള്ളേച്ചനങ്ങൾ തൊട്ട് പുറകോട്ട് 2 കള്ളം തന്നെ പറ്റി പറയണം, പിന്നെ ഒരു സത്യവും പറയണം. ഞങ്ങൾ കണ്ടുപിടിക്കും ഇതിനകത്ത് ഏതാണ് കള്ളം ഏതാണ് സത്യം എന്ന്. ഓക്കെ, എനിക്ക് ഓക്കെ പറഞ്ഞു. 2 കള്ളവും ഒരു സത്യവും. ഉള്ളൂ. തിരിച്ച് 2 സത്യവും 1 കള്ളവും ഞാൻ പറയാം. കൊച്ചമ്മ കേട്ടോണം. ഞാൻ അങ്ങനെ കള്ളം പറയാറില്ല, ഒരു പ്രത്യേക സാഹചര്യത്തിലൊക്കെ പറയുന്ന. 2 സത്യം. ഓക്കെ, ഒന്നാമത്തെ സത്യം, എനിക്ക് 4 സബ്ജക്റ്റിൽ ഡിഗ്രി ഉണ്ട്. ഓർമ്മയോ? അത് സത്യം. 4 സബ്ജക്റ്റിൽ ഡിഗ്രി ഉണ്ട്. ഓക്കെ, ഇനി എത്ര സത്യം വേണം? എത്ര കള്ളം വേണം? എത്ര സത്യം എത്ര കള്ളം വേണ്ടേ? ഇനി 2 എണ്ണം വേണം അല്ലേ? ഇതാദ്യം ഒന്ന് ഞങ്ങൾ വിശ്വസിക്കട്ടെ. പിന്നെ ഞാൻ കളരി പഠിച്ചിട്ടുണ്ട്. ഓലയിലെഴുത്ത് തോന്നല അടുത്ത ജനറൽ ബോഡി വരട്ടെ. ഓക്കെ, ഇനി അവസാനത്തെ സ്റ്റേറ്റ്മെന്റ്. ഇതിൽ ഏതാണ് കള്ള ഏതാ സത്യം നിങ്ങൾ പറയണം. ലാസ്റ്റ് ഇപ്പം പറഞ്ഞൊക്കെ ശരിയാ. ഞാൻ നന്നായിട്ട് മദ്യപിക്കും. അച്ഛന്റെ സമയമായിട്ട് തിരിച്ചാലെ പറ്റിയുള്ള സത്യം ഞാൻ അംഗീകരിച്ചിരിക്കുന്നു. ഞാൻ നന്നായിട്ട് നീന്തും. എനിക്ക് നീന്താൻ അറിയാം വെള്ളത്തില്. ഇപ്പം കരയ്ക്ക് നീന്തുന്നുണ്ട്. സത്യം ഏതാ കള്ളം ഏതാ? അതെ, ഇപ്പം കരയ്ക്ക് നീന്തുന്നുണ്ട്. ഓരോരുത്തരും പറയാം. സത്യം ഏതാ? നീന്താൻ അറിയാം. കള്ളം ഏതാ? ഒരാൾ പറ. 4 ഡിഗ്രി ഉള്ളത് കള്ളം. എല്ലാം കറക്റ്റാ. വളരെ അറിയാത്തുള്ള അങ്ങനെ തെറ്റിപ്പോയി. ഞാൻ പറയാം. അച്ഛന് കളരി അറിയത്തില്ല, അത് കള്ളമാണ്. പിന്നെ നീന്തലും അറിയത്തില്ല. ഡിഗ്രി സത്യമാണ്. അച്ഛാ, ഡിഗ്രി മാത്രമേ ഉള്ളൂ സത്യം. ആർക്കും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. സ്നാനപ്പെടുത്തിയത് 4 ഡിഗ്രി ഇല്ല, 3 ഡിഗ്രി ഉണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങളെ എല്ലാം ഞാൻ തോൽപ്പിച്ചിരിക്കുന്നു. അച്ഛാ, ആദ്യത്തെ പ്രൈസ് ഞാൻ കൊണ്ട് കേട്ടോ. ഓക്കെ, എനിക്ക് കളറിയൊന്നും അറിയുന്നില്ല, അതായിരുന്നു എന്റെ കളർ. ബാക്കി 2 സത്യമാണ്. ഞാൻ ട്രിപ്പിൾ മെയിനാണ് പഠിച്ചത്. ജേർണലിസം, സൈക്കോളജി, ലിറ്ററേച്ചർ. അതിനകത്ത് ഡിഗ്രി ഉണ്ട്. പിന്നെ 4ാമത്തെ ഡിഗ്രി പറയുന്നത് അച്ഛനായോണ്ട് BD, ബാച്ചിലർ ഓഫ് ഡിവിനിറ്റി. അതായിരുന്നു എന്നെ പറ്റിയുള്ള സത്യം. നീന്തും. ഞാൻ വെച്ചുചരക്കാരനാണ്. അത്യാവശ്യം വെള്ളത്തിൽ ചാടിയാൽ നീന്താൻ അറിയാം. ഞാൻ വെള്ളത്തിൽ നീന്തുന്നത് തന്നെയാണ് പറഞ്ഞത്. ഓക്കെ, അപ്പൊ കളരി പഠിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു കേട്ടോ ആന്റി. ഓക്കെ, താങ്ക് യു. എല്ലാരും പെട്ടെന്ന് പറയണേ. നമുക്ക് ഒരുപാട് ഗെയിംസ് ഉണ്ട്, അതുകൊണ്ട് പെട്ടെന്ന് എന്റെ വീട്ടിലൊരു കുതിരയുണ്ട്. ഇപ്പം കഴുതയാണ്. അത് ഞാനൊരു കോളേജ് അധ്യാപകനാണ്. ആയിരുന്നു. ആദ്യത്തെ 2 അസത്യം, ഒടുവിൽ പറഞ്ഞ സത്യം. കുതിര എന്നുള്ളത് മാത്രം മാറിപ്പോയി. പേരൊന്ന് പറഞ്ഞു പോണേ. ഒരു
സത്യം കണ്ടുകൊള്ളാം. ഓക്കെ ഒരു സത്യവും രണ്ടാം സത്യം. ഓക്കെ ഞാൻ കോട്ടയംകാരനാണ്. സത്യം. എന്റെ പിതാവ് ഒരു അച്ഛനാണ്. എനിക്ക് 3 പിള്ളേരുണ്ട്. കുതിരയുണ്ടോ? മാമ എന്താ പറയുന്നു? മാമ എന്താ പറയുന്നത്? ഏതാ അസത്യം? ഈ അമ്മാമ പറയുന്നത് പറഞ്ഞു ഒന്നും ഞാൻ ഇതുവരെ കേട്ടിട്ടേ ഇല്ലെന്ന്. ഞാൻ ചോദിച്ചപ്പോ കൈ വളർത്തി കാണിച്ചു ഒന്നും അറിയില്ല. അയ്യോടാ. അച്ഛൻ പറഞ്ഞു എന്തോ അതിന്റെ ബാക്കി കോട്ടയക്കാരനാണ്. ഒന്നും മനസ്സിലായില്ല. കോട്ടയക്കാരനാണെന്ന് പറഞ്ഞത് കോട്ടയമല്ല, കോടവളഞ്ഞക്കാരനാ. 3 മക്കളുണ്ട്. അതില് 3 മക്കളുണ്ടോ? എനിക്ക് അതല്ലേ പറഞ്ഞ 3ാമത്തെ അമ്മാമ്മയാണെന്ന്. അല്ല, 1ാമത്തെ അമ്മാമ്മയാണ്. ഇത് ചെ- ഇത് 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 ഫാദർ അച്ഛനാണ്. ട്രിപ്പ് കഴിഞ്ഞ് വീട്ടിൽ ഓണ്ടതാണ്. അല്ല, ഞാൻ അന്ന് കണ്ടതല്ലേ അച്ഛൻ, നമ്മളന്ന് കണ്ടില്ലേ അന്ന് നമ്മുടെ സീനിയേഴ്സിന്റെ റെക്കഗ്നിഷൻ ഡേയില് എല്ലാരും എത്ര വയസ്സായിട്ട് കാര്യങ്ങൾ പറയുന്നത്. ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ട് വളരെ കെയർഫുൾ ആയിട്ടാ. എനിക്ക് തിരിച്ച് വീട്ടിൽ പോകണ്ടാണെന്നുള്ള ഓർമ്മയുണ്ടായിരുന്നു. ഓക്കെ, അടുത്ത അമ്മാമ പറയും. കള്ളം. കള്ളം. ഇല്ല ഇല്ല ഇല്ല. കണക്കറിയത്തില്ല. കണക്കറിയത്തില്ല. കണക്കെല്ലാം മറന്നുപോയി. കണക്കറിയത്തില്ല. രണ്ടാമത്തെ ഞാൻ കാളവണ്ടിയല്ല ആദ്യത്തെ യാത്ര വീട്ടിലേക്ക്. കള്ളവണ്ടിയോ? ആദ്യത്തെ യാത്ര വീട്ടിലേക്ക്. പിന്നെ എന്റെ നാട് ആദ്യത്തെ വണ്ടി കാളവണ്ടിയായിരിക്കും. ആദ്യത്തെ യാത്ര ഫസ്റ്റ് ട്രിപ്പ് വാസ് ഇൻ കാളവണ്ടി. ഇസ് വാട്ട് ഐ സെഡ്. പിന്നെ ഞാൻ കോളേജിൽ പഠിച്ചിട്ടുണ്ട്. പിന്നെ എന്റെ നാട് കോട്ടയം. വണ്ടി തെറ്റാ. കോളേജിൽ പഠിച്ചിട്ടുണ്ട്. എന്റെ ഫസ്റ്റ് ട്രിപ്പ് in my life was in a കാളവണ്ടി. From hospital to home. അന്ന് ഞാനും എന്ന് പറയാം, നമുക്ക് അവിടെ കാടും ഒക്കെയാ. അന്നേരം ഇങ്ങനെ ബസ്സൊന്നും കാറൊന്നും പോകത്തില്ല. അപ്പം സി സെക്ഷൻ കഴിഞ്ഞിട്ട് മദറിനെ ആദ്യം വീട്ടിൽ കൊണ്ടുവന്ന കാളവണ്ടിയല്ല. വെരി ഗുഡ്. കോട്ടയമാണെന്നുള്ളതാണോ ആന്റി? കള്ളമാണ്. ഓക്കെ, കാരമാണ് ആന്റിയുടെ സ്ഥലം. വെരി ഗുഡ്. വെരി സ്മാർട്ട്. ഇവിടെ ഇരിക്കുന്ന എത്ര പേര് കാളവണ്ടി കയറിയിട്ടുണ്ടെന്ന് ഇനി അടുത്ത ചോദ്യം. അതിന്റെ പുറകെ പിടിച്ച് തൂങ്ങിപ്പോയിട്ടുണ്ട്. അഭിമാനത്തോട് പറയണം കാളവണ്ടി കയറിയിട്ടുണ്ട്. വെരി ഗുഡ്. വെരി ഗുഡ്. വെരി ഗുഡ്. ഞാൻ കയറാൻ ശ്രമിച്ചിട്ടുണ്ട്, പക്ഷെ പറ്റിയിട്ടില്ല. ഞാനും എന്റെ ബ്രദറും കൂടെ ഓടി. ബ്രദർ ചാടി കയറി, ഞാൻ പുറകെ ഓടി. കാള അതിന് വേഗത്തിൽ ഓടി. ഇത് ചേട്ടത്തിയുടെ അനിയത്തിയാ. Okay, who is next? സാലി. സൽമാവേ പറഞ്ഞു എന്തെങ്കിലും പറ. ഞാൻ ആദ്യം പഠിച്ചത് കളരിയിലാണ്. പക്ഷെ കളരി അറിയത്തില്ല. അല്ല, കളരി അറിയാൻ നല്ലതായിട്ട്. അവസാനം പഠിച്ചത് തമിഴ്നാട്ടിലാണ്. കളരി അറിയാന്നുള്ളത്. അല്ല, അമ്മാമ ഉള്ള സത്യം പറഞ്ഞു. രവിചാന്റെ കൂടെ ജീവിക്കണമെങ്കിൽ കളരി പഠിച്ചേ പറ്റുള്ളൂ. നിലത്തെടുത്ത് കളരി ശരിയാ. കളരി അറിയാന്നുള്ളതല്ല. അപ്പൊ മൂന്നാമത്തതും ശരിയാ. തമിഴ്നാട്ടിലാ പഠിച്ചത്. തമിഴ്നാട്ടിലാ പഠിച്ചത്. അപ്പൊ തമിഴൊക്കെ അറിയാം. തമിഴ് പേസലേ? കൊഞ്ചം തമിഴ് പേസലേ? ഓക്കെ, ഒന്ന് തമിഴ് പറയൂ. കൊഞ്ചം തമിഴ് പറയും. പാട്ട്
തമിഴ് മനസ്സിലായി, തമിഴ് അറിയാം. ഒരു പാട്ട് പാടിക്കുക, തമിഴിലെ ഒരു പാട്ട് പാടിക്കുക. നമുക്ക് പാടും. തമിഴിന്റെ ടെസ്റ്റ് ആണ്. എനിക്ക് തമിഴ് അറിയാവുന്ന പറഞ്ഞ സ്ഥിതിക്ക് നല്ലൊരു തമിഴ് കൂടെ നമ്മൾ നിശ്ചയിപ്പിക്കുകയാണ്. തമിഴ് വേണം. കട്ടയൊന്നും വേണ്ട, ആദ്യം കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള തമിഴൊക്കെ ചോദിച്ചാൽ മതി. അത് കഴിഞ്ഞ് உங்களுக்கு எவ்வளோ அண்ணன் தம்பிங்க இருக்காங்க? அண்ணன் கொஞ்சம் தங்கம். நீ எதுக்கு சாப்பிடுங்க? അണ്ണനും തമ്മിയും ചോദിച്ചപ്പോ എല്ലാം அப்பா நீ சாப்பிடுங்க. இங்க பாரு, நீ சாப்பிட்டா അമ്മാമ്മ പറയും തമ്പി കോട്ടയത്തുണ്ടെന്ന്. പിന്നെ ആർക്കൊക്കെ തമിഴ് അറിയാം? എത്ര പേര്? 1 2 3 4. ആ അവിടെ 5. വെരി ഗുഡ്. അപ്പൊ ഹിന്ദി അറിയാവുന്ന എത്ര പേരുണ്ട്? ഓക്കെ ഗ്രേറ്റ്. മറാഠി അറിയാവുന്ന എത്ര പേരുണ്ട്? तुम्ही काय? आमच्याकडे हिंदी. आरा मराठी आमच्याकडे सगळे विसरली. तुम्ही काय? बंगाली അയ്യോ ഇവിടെ പറയുന്നത് ബാലഭാസ്കർ എന്നൊക്കെ. ബാലഭാസ്കർ. പിന്നെ പഞ്ചാബി, ഗുജറാത്തി, പഞ്ചാബി, അറബി. അതെന്തുവാ കല്ലുവലി എന്ന് പറയുന്നതാണോ? So who is next? Jen. ഹലോ, സത്യം പറ, എന്നെ പറ്റിയിട്ടുണ്ടെങ്കിൽ അല്ലെ കള്ളമാണേ ആദ്യം പറയുന്നത്. എന്റെ അമ്മ ബുദ്ധിപൂർവ്വം നീക്കോ പഠിപ്പിച്ചുകൊണ്ടേക്കുന്നത്. ഇതെല്ലാം തമാശ. പറഞ്ഞോ, കുഴപ്പമില്ല, ധൈര്യമായിട്ട് പറഞ്ഞു. സത്യം പറയാം. എനിക്ക് ഡാൻസ് അറിയാം. ഏത് ഡാൻസ് ആണെന്ന് പറയണം? ഭരതനാട്യം. എനിക്കൊരു ബോയ് ഫ്രണ്ട് ഉണ്ടായിരുന്നു. ഇനിയിപ്പോ എന്റെ നാട് കോട്ടയം. ആദ്യം പറഞ്ഞ 2 തെറ്റാണ്. പക്ഷെ പുള്ളിക്കാരിക്ക് തിരിച്ച് വീട്ടിലോട്ട് പോകണമെന്നുള്ള ഓർമ്മയില്ലായിരുന്നു. എനിക്ക് പേടിയില്ല, കുഴപ്പമില്ലാത്തോണ്ട്. അറിയാതെ വന്നു പോയതാ. അതെ, അറിയാതെ വന്നു പോയത്, ക്ഷമിച്ചേക്ക്. നെക്സ്റ്റ് പോയി ഫ്രണ്ട്സ് ആയിരുന്നോ? ഫ്രണ്ട് ആയിരുന്നു? എന്തെങ്കിലുമൊക്കെ പറ. കള്ളം പറയാറില്ല. ഒരേ ആളുള്ള അത് ഒന്നാമത്തെ സത്യം. അധികം കള്ളം പറയാറില്ല. പിന്നെ കള്ളം പറയുന്നത് സത്യമായിരിക്കത്തില്ല. സായിമാമ തലേ കൈ വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ ഇന്ത്യയിൽ ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ പോയി കണ്ടിട്ടുണ്ട്. പോകുന്ന വഴിക്ക് എല്ലാം ഒരു ട്രിപ്പിനകത്ത് 5 വാഹനത്തെ കയറി പോയിട്ടുണ്ട്. ഒരു ട്രിപ്പിൽ കാളവണ്ടി, കാളവണ്ടിയല്ല, കുതിരവണ്ടിയായിരുന്നു. ഒന്ന് ജീപ്പ്, ഒന്ന് ട്രെയിന്, ഒന്ന് പ്ലെയിന്, അവിടുന്ന് കുതിരവണ്ടി, പിന്നെ അവിടുന്ന് സൈക്കിൾ. പിടിവണ്ടി പോയില്ല. അപ്പൊ അങ്ങനെയൊക്കെയാണ് യാത്ര ചെയ്തിരിക്കുന്നത്. എത്ര കള്ളമുണ്ട് അതിനകത്ത്? അതിനകത്ത് കള്ളവേ വെള്ളം പോകും. പറഞ്ഞതെല്ലാം കള്ളമാണോ സത്യമാണോ അറിയണേ ആലിസ് സാലിമ. പുള്ളി റെഡിയായി. കള്ളമെല്ലാം പഠിച്ചു വെച്ചിട്ടുണ്ട്. പറഞ്ഞു, ഞാൻ ജനിച്ച ഒരു നായർ കുടുംബത്തിലാണ്. അങ്ങനെയാണ് പിള്ളേച്ചെന്നുള്ള പേര്.
സത്യമുണ്ട്. ഇപ്പോഴും എന്റെ മിഡിൽ നെയിം പിള്ളേർന്നാണ്. ജനിച്ചത് കോട്ടയത്താണ്. അത് ശരിയാ, അവരോട് ശരിയാ. ശരി, അവിടെ ആ മൂന്നാമത്തെ മാത്രം ശരിയാ. രണ്ട് കാര്യം പറയണം, ബാക്കിയെല്ലാം രണ്ടെണ്ണം പറഞ്ഞു. ഞാൻ മൂന്നാമത്തെ കോട്ടയം. രാവിലെ മുട്ട രാവിലെ ഒരു പെൺകുട്ടിയെ കണ്ടിട്ടുള്ളൂ. പിന്നെ ഞാൻ കോട്ടയംകാരനാണ്. ഓക്കെ, അങ്കിള് പറഞ്ഞത്, അങ്കിൾ ആദ്യം പറഞ്ഞത് അങ്കിൾ ഒരു നായരായിരുന്നു, അങ്ങനെ പിള്ളേച്ചി എന്നുള്ള പേര് കിട്ടിയത്. അത് ഞാനിപ്പോഴാ കേട്ടെ. പിന്നത്തെ കോട്ടയംകാരനാണ്. പിന്നെ മൂന്നാമത് പറഞ്ഞത് ഞാൻ ആകെ കൂടെ ഒരൊറ്റ പെണ്ണിനെ കണ്ടിട്ടുള്ളൂ. ഞാൻ പറഞ്ഞില്ല, എല്ലാരും വളരെ വയസ്സായിട്ടാണ് മറുപടി പറയുന്നത്. അയ്യോ, അമ്മാമ്മയോട് ചോദിച്ചാൽ അമ്മാമ്മയെ മാത്രമല്ലേ കണ്ടിട്ടുള്ളൂ അല്ലേ? ഇതിലേതാ സത്യം? അപ്പൊ ഇതിലേതാ സത്യം? സത്യമാണ് അവസാനം പറഞ്ഞത്. ഒരാളെ കണ്ടു. ഓക്കെ, ഹു ഈസ് നെക്സ്റ്റ്? പറഞ്ഞു. ചെറുപ്പത്തിൽ ഒത്തിരി പന്ത് കളിക്കുമായിരുന്നു. ആരെയാ തട്ടിയത്? ഇപ്പൊ ഷോക്ക് അടിക്കുക. ആലോചിക്കണോ? ഒരു പെണ്ണിനെ കണ്ടുള്ളൂ. വളരെയധികം പെണ്ണുങ്ങളെ കണ്ടിട്ടുണ്ട്. എന്നാ പറഞ്ഞ വളരെയധികം പെണ്ണുങ്ങളെ കണ്ടിട്ടുണ്ട്. കോട്ടയത്താ വീട്. തിരുവല്ലയിലാണ്. അല്ല, രണ്ട് കള്ളം പറയണേ. എല്ലാം കറക്റ്റാ. അല്ല, ആദ്യം പറഞ്ഞത് ഞാൻ പണ്ട് കളിക്കുമായിരുന്നു. അത് കറക്റ്റാണ്. പിന്നെ ഒത്തിരി പെണ്ണുങ്ങളെ കണ്ടിട്ടുണ്ട്. അല്ല, അവസാനത്തെ എന്താ? രണ്ട് സത്യം പോലെ ഒരു കള്ളം. ഏതൊക്കെയാ സത്യം? സ്പോർട്സ്മാൻ ആണ്. ഓ, അത് ശരി. ഇടയ്ക്കത്തേത് വിട്ടു അല്ലേ? ഭാര്യ രക്ഷിച്ചു. ഇപ്പൊ തിയോളജി എടുത്തേ ഉള്ളൂ. ഓക്കെ, ഹു ഈസ് നെക്സ്റ്റ്? എന്റെ പേര് ബീന മാത്യു. ഞാൻ ആദ്യം രണ്ട് കള്ളം പറയാൻ പോവാണ്. അല്ല, ഞാനത് അങ്ങനെ ആയിരിക്കത്തില്ല പറയില്ല. അത് നിങ്ങൾ ഏതാ കള്ളം സത്യം? എനിക്ക് നല്ല സ്പോർട്സ്മാൻ സ്പിരിറ്റ് ഉണ്ട്. രണ്ടാമത്തെ, ഞാൻ നല്ലൊരു കമ്മ്യൂണിസ്റ്റുകാരിയാണ്. എനിക്ക് വയ്യ. എന്നിട്ട് നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി. മൂന്നാമത്തെ ഞാനൊരു നേഴ്സാണ്. മൂന്നാമത്തെ ശരി. മൂന്നാമത്തെ ശരിയാണ്. ഞാൻ കമ്മ്യൂണിസ്റ്റുകാരിയാണ്. ചുമ്മാ പറഞ്ഞു. അതാണ് കള്ളം. അത് മദ്രാസ് കഫേ ഷൈനിയുടെ ആ തന്നെ വീട്ടിലുണ്ടാക്കിയത്. ഇത് മൂന്നാമത്തെ ടെസ്റ്റിലാ ഇത് പാസ്സായ. മലയാളം പറയാൻ എനിക്കൊന്നും മനസ്സിലാവും. ജോസ് പിടിച്ച മൈക്ക്. കവിക്കാരന്റെ കൊടുത്ത് എന്റെ വീട് കോതമംഗലം കണിയാമ്പാറയാണ്. ഞാൻ വരുന്നത് കവിയിൽ നിന്നാണ്. എനിക്ക് നീന്തലിന്റെ ഒരു ട്രോഫി വരുന്നത് കവിയൂര് എന്നാണ്. പക്ഷെ കണിയാമ്പാറയാണ് വീട്. പിന്നെ ട്രോഫി കിട്ടിയിട്ടുണ്ട് നീന്തൽ. ഇതില് ആദ്യത്തെ രണ്ടും കറക്റ്റ് ആണ്. അവസാനത്തെ എനിക്കറിയത്തില്ല. ഓ, ഇപ്പം വരുന്നതോ? യു ആർ ജീനിയസ്. വെരി ഗുഡ്, നല്ല കാര്യം. അപ്പൊ അടുത്തത് മിസ്സസ് ജോസൂട്ടി.
പറഞ്ഞോ. ഹലോ. യെസ്. കബീർ അല്ല. മൂവി കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. ഷാറുഖ് ഖാൻ. എനിക്ക് 58 വയസ്സ്. നാലാം ക്ലാസ്സിലേക്ക് ഫസ്റ്റ് റാങ്ക്. 4ാം ക്ലാസ്സിൽ ഫസ്റ്റ് റാങ്ക്. ജോസോട് ഞാൻ പറയാം ഏതൊക്കെയാ സത്യം. റാങ്ക് കിട്ടിയതാ പറഞ്ഞായിരുന്നു. അതെ, നാലാം ക്ലാസ്സിൽ ഫസ്റ്റ് റാങ്ക് കിട്ടിയത് സത്യമാണ്. അടുത്തത് 58 എന്ന് പറഞ്ഞത് കള്ളമാണ്. അതെനിക്കറിയാം. ഓക്കെ, അടുത്തത് സിനിമ കാണാൻ ഭയങ്കര ഇഷ്ടം. പറഞ്ഞതല്ലോ കള്ളമാണ്. സിനിമ കാണാൻ ഇഷ്ടമില്ല. സിനിമ വെച്ച് പോയാൽ അന്ന് ഉറങ്ങും. ഓ, എനിക്ക് കൂട്ടുണ്ടല്ലോ. എനിക്ക് ഉറങ്ങാൻ വേണ്ടിയാ സിനിമ വയ്ക്കുന്നത്. ഓക്കെ, അടുത്ത കവിയൽക്കാരനോട്ട് വരുന്നുണ്ട്. എന്ത് പറ്റി? പിന്നീട് പറഞ്ഞു രണ്ടുപേരും കൂടെ കുത്തി പിടിച്ചോ? ഒരടി അടിച്ചു അത്രയോ. ഷോ, എന്നാലും പതുക്കെ പറയാമോ? കുറച്ച് കഴിയട്ടെ. എന്നാ മിനി പറഞ്ഞു. ശബ്ദം പോയി കിടക്കുക അതുകൊണ്ടാണ്. അതാ ശരിയാകണം. എന്റെ ഹസ്ബൻഡ് ഒരു ഡാൻസ് മാസ്റ്റർ ആണ്. സ്വന്തം കാര്യം പറയാം. ഡാൻസ് കളിപ്പിക്കും. ഹസ്ബൻഡിന്റെ കാര്യം പറയണ്ട, സ്വന്തം കാര്യം. എന്റെ വീട്ടിലൊരു പിടിവണ്ടിയുണ്ട്. എല്ലാവർക്കും പിടിയാണല്ലോ. വയസ്സാ, ഭയങ്കര വയസ്സ്. കോട്ടയത്താണ്. അത് മാത്രമേ ഉള്ളൂ സത്യം. 3 പക്ഷെ ഹസ്ബൻഡിന്റെ കാര്യം പറഞ്ഞേ. ഓക്കെ, എല്ലാരും കേട്ടില്ലേ? ആണ് ഡാൻസ് മാസ്റ്റർ. മ്യൂസിക് മാസ്റ്റർ. ഇതുവരെ അറിയാത്ത ഒരു സത്യം കൂടെ പുറത്തു വന്നു. അപ്പൊ ഞങ്ങൾ ഇനിയും ഒരു ഡാൻസ് മാസ്റ്റർ കിട്ടിയിട്ടുണ്ട്. താങ്ക് യു. അടുത്ത ആരാ? അമ്മമ്മ പറഞ്ഞോ. സത്യം എന്താ പറയട്ടെ? എന്തെങ്കിലും പറഞ്ഞോ. ഞങ്ങള് താമസിക്കുന്ന തമിഴ്നാട്ടിലാണ്. ഞാനൊരു 2 കള്ള ഒരു സത്യവും. ഞാനിപ്പോ ബസ്സിലാണ്. ഞാനിപ്പോ ഞങ്ങളുടെ വീട്ടിലൊരു കാളവണ്ടിയുണ്ട്. ഇപ്പൊ കാളവണ്ടിയാണല്ലോ ഭയങ്കര എല്ലാവർക്കും. ഞാൻ നല്ലൊരു യൂത്താണ്. അത് സത്യമാണ്. അതെ, ഗ്രേറ്റ്. അതെന്താണ് അല്ലേ? എല്ലാ സമയത്തിനും എല്ലാ പ്രായത്തിനും അതിൻ്റെതായ ഗ്രേസ് ഉണ്ട്. വി ആർ ഓൾ ഗ്രോയിങ് ഗ്രേസ്ഫുള്ളി. കാളവണ്ടി ഉണ്ടായിരുന്നു അല്ലേ? കാളവണ്ടി ദാറ്റ്സ് എ ട്രൂത്ത്. പണ്ടുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. ഇല്ല, ഇനി അങ്ങോട്ട് പോകുന്നേ. എല്ലാം സത്യമാണ് പറയുന്നത്. ഞാൻ 15 പെൺപിള്ളേരെ കണ്ടിട്ടുണ്ട്. അതിനകത്ത് ഒന്നിന്റെ കൂടെ ഒളിച്ചോടിപ്പോയി. ഇപ്പോൾ ഞാൻ താമസിക്കുന്നത് നരകത്തിലാണ്. ഏത് പലരും പറഞ്ഞിട്ടില്ല. എല്ലാരും ഷോക്കായി പോയത് ഈ രീതിയിലാണോ? എനിക്കൊരു കറക്ഷൻ ഉണ്ട്. പുള്ളിക്കാരനെ അക്ഷര സ്ഫുടതയില്ല. പറഞ്ഞത് നഗരം എന്നാണ്, പക്ഷെ വന്നത് നരകം. വ്യക്തമായിട്ട് ശ്രദ്ധിച്ചു കേട്ടു. പിന്നെ സത്യമേത കള്ളവേദ എന്താ പറഞ്ഞു? നിങ്ങൾ തീരുമാനിക്കണോ? ഏതാ സത്യം? പറയാം, എല്ലാവർക്കും പറയാം. എല്ലാവരുടെ സ്വന്തം അനുഭവം. അല്ല, ഇവിടെ നരകത്തിൽ ജീവിച്ചാലേ അവിടെ പോയ സ്വർഗത്തിൽ ജീവിക്കാൻ പറ്റും. അപ്പൊ മേഴ്സി നരകത്തിൽ പോകുന്നതാണോ? അല്ല അദ്ദേഹത്തിനോട് ജീവിക്കുമ്പോ പിന്നെ എന്തോ എനിക്ക് ഇവിടെ സ്വർഗമാവുന്നത്. നരകത്തിലായിരിക്കുന്നത്. കാരണം ഇവിടെ അങ്ങനെ നോക്കിയാൽ ചിലപ്പോൾ സത്യമായിരിക്കും. എന്റെ വീട് കുമരകത്ത്.
ഞാൻ ആനപ്പുറത്ത് കയറിയിട്ടുണ്ട്. വാ ഇവിടെ എല്ലാം ഇനി കള്ളം. എന്റെ വീട്ടില് ഞാൻ പള്ളി പോകാറില്ല. 5 ബസ്സുണ്ട്. അതും കള്ളോ? അത് തന്നെ. ആനപ്പുറത്ത് കയറി സത്യം. എന്റെ വീട് കുമരകത്തല്ല, മോളിയുടെ വീട് കോതമംഗലം. സത്യം എല്ലാരും പറഞ്ഞു. ആനപ്പുറത്ത് കയറുക. എല്ലാം കള്ളമല്ലേ? അല്ല, ഒരു സത്യം. 5 ബസ്സുണ്ട്. ആനപ്പുറത്ത് കയറും. ഓക്കെ, ഗ്രേറ്റ് ഗ്രേറ്റ്. വേണ്ട എന്ന് പറയുന്നു. ഓക്കെ, ഹൂസ് നെക്സ്റ്റ്? ഞാൻ വന്നിരിക്കുന്നത് എന്റെ എക്സ് ഗേൾഫ്രണ്ടിന്റെ കൂടെയാണ്. ഞാൻ എന്റെ സ്വന്തം നാട് കേരളത്തിലെ ബംഗ്ലാദേശാണ്. ബംഗാളിയായിരുന്നു. ഏറ്റവും കൂടുതൽ ബംഗാളി. ഇതിന് അടുത്തത് ഞാൻ മൾട്ടിപ്പിൾ ലാംഗ്വേജസ് പറയും. ദാറ്റ് ഇസ് എ ട്രൂത്ത്. അത് മാത്രമേ ഉള്ളൂ സത്യം. അതാണ് എക്സ് ഗേൾഫ്രണ്ടാണ്. ഗേൾഫ്രണ്ടിനോടല്ല. പുതിയ ഗേൾഫ്രണ്ടിനോടാ വന്നത്. അതെ. എക്സ് ഗേൾഫ്രണ്ടിനോട്. അപ്പൊ ഹൂ ഇസ് ദ കറന്റ് ഗേൾഫ്രണ്ട്? അല്ല, ഗേൾഫ്രണ്ട് സെയിം തന്നെയാണ്. ചെലവ് കൂടുതലായതുകൊണ്ട് ഭാര്യ. ശേഷിക്കാരല്ലേ? അടുത്ത ആരാണ്? ആള് ചീപ്പാന്ന് പറ. മോളിക്ക് കൊടുത്തേ. ലാലി വേണ്ട. ഹലോ, എനിക്കറിയാം. ഞാൻ ഡാൻസ് പഠിച്ചിട്ടുണ്ട്. ലാലി ഡേവിഡ്. ഇവിടെ 2 ലാലി. ഞാൻ ഡാൻസ് പഠിച്ചിട്ടുണ്ട്. എനിക്ക് 4 ഭാഷ അറിയാം. പള്ളിയും പൂജയും ഒക്കെ എനിക്ക് വലിയ ഇഷ്ടമാണ്. അവസാനത്തെ കള്ളോ? അവസാനത്തെ കള്ളോ? ഡാൻസ് പഠിച്ചിട്ടുണ്ടെന്ന് ശരിയാണ്. 4 ഭാഷ അറിയാം. 4 ഭാഷയാണോ? ഞാൻ വിചാരിക്കുന്നത് കളാന്ന്. അയ്യോ, ഭർത്താവ്, സ്വന്തം ഭർത്താവ് പറയുന്ന ഒന്നും അറിയത്തില്ല. ഇത്രയും പേരുടെ മുന്നിൽ വെച്ച് പട്ടിയുടെയും പട്ടിയും പൂച്ചയൊക്കെ ഇഷ്ടമാണെന്ന് പറയുന്നത് ശരിയല്ല. സത്യം പറയാനും അസത്യം പറയാനും പറഞ്ഞത്. എനിക്ക് 4 ഭാഷ അറിയത്തില്ല, 3 അറിയത്തുള്ളേ. അതെന്താ? മലയാളം, ഇംഗ്ലീഷ്, തമിഴ്. മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി. ഷാജി പകരം വിട്ടാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, എന്റെ പേര് എന്റെ ഭാര്യയുടെ ഹസ്ബൻഡ് എന്നാണ്. ഞാൻ പറയാൻ പോകുന്ന ആദ്യത്തെ കാര്യം, ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് 60 വർഷം പൂർത്തിയായി. വാ. ഒരു ഭാഷ പഠിച്ചോളൂ. സീനിയർ സിറ്റിസൺ. രണ്ടാമത്തെ കാര്യം, ഞങ്ങൾ രണ്ടുപേരും തമ്മിൽ നല്ല കോർഡിനേഷനാണ് ഏത് കാര്യത്തിലും. മാറിപ്പോകാതിരിക്കാൻ വേണ്ടിട്ട് ഇട്ടണമെന്ന് ടീഷർട്ട്. മൂന്നാമത്തെ കാര്യം, ഞങ്ങൾ രണ്ടുപേരും ഭരതനാട്യം നല്ലതായിട്ട് പഠിച്ചിട്ടുണ്ട്. ഇതിലൊന്നും സത്യമില്ല. വൈകിട്ടത്തെ ടാലന്റ് നൈറ്റിലാണ് ഉണ്ടായിരിക്കുന്നത് ഭരതനാട്യം. കറക്റ്റ് എല്ലാ പോയിന്റ്സ് നോട്ട് ചെയ്തോളും കേട്ടോ. ടാലന്റ് നൈറ്റ്സ് ജയിക്കുന്നതായിരിക്കും. ടാലന്റ് നൈറ്റ്സ് കൊണ്ട് പിന്നെ പാസഞ്ചർ ബേബി. Yeah. ബേബിയോ? We are exiting. എനിക്ക് ഒരു പൂച്ച ഉണ്ടായിരുന്നു. എന്റെ കൈ 3 തവണ ഒടിഞ്ഞിട്ടുണ്ട്. എന്റെ ഒരു ബർത്ത്ഡേക്ക് അച്ഛൻ ഒരു തവളേനെ തന്നിട്ടുണ്ട്. എന്തോ ഒരു സ്നേഹമുള്ള അച്ഛൻ. നേരത്തെ എടുത്തുണ്ടായിരുന്നു. എനിക്കൊരു സംശയമുണ്ട്. ഈ തവളെ കൊണ്ടുവന്നപ്പോഴാണോ കൈ ഒടിഞ്ഞത്? ചാടിയ തവള എന്താന്ന് പറയും. എനിക്ക് തമിഴിന്റെ ഇതുവരെ ഒരു സംശയമില്ലായിരുന്നു. ഒരു സംശയം ഇപ്പൊ എനിക്കൊരു തമിഴിനെ തന്നിട്ടുണ്ട്. കൈ ഒടിഞ്ഞത് ഒരു തവണ ഒടിഞ്ഞിട്ടുള്ളൂ. ഇനി ഒടിയാൻ കിടക്കുക. ഇനി മാറ്റാൻ പറ്റുമോ?
തെറ്റേതാ ശരിയേതാ തവളെ തന്നിട്ടുണ്ട്, കൈ ഒടിഞ്ഞിട്ടുണ്ട്. തവള തന്നിട്ടുള്ളത് കറക്റ്റ് ആണോ? അയ്യോ കണ്ടില്ലേ. ഓക്കെ, അതിന് ബസ്സിന് ഒത്തിരി ഇഷ്ടമാണോ തവളെ? എന്തുകൊണ്ടാ തവള തന്നതെന്ന് അറിഞ്ഞാൽ കൊള്ളാം. വേറൊന്നും തരുന്നില്ല. അത് അടുത്ത ബസ് യാത്രയിൽ പറയുന്നതായിരിക്കും. ഓക്കെ, ഇനി ആരാ? കേരള ഹിസ്റ്ററി, കേരള സ്റ്റോറി. രാജൻ എന്നാണ്. ഞാൻ എറണാകുളംകാരനാണ്. ഒരു ബൈക്ക് റൈഡറാണ്. ഞങ്ങളുടെ വിവാഹം പ്രേമ വിവാഹമായിരുന്നു. ഇതിലേതൊക്കെയാ സത്യം? അത് കഷ്ടമായി പോയല്ലോ. പ്രേമ വിവാഹമായിരുന്നു. അത് കഷ്ടമായി പോയല്ലോ. എറണാകുളംകാരനാണ്. അത് വൈകിട്ടാണ്. ബൈക്ക് റൈഡറാണ്. പ്രേമം ഉണ്ടായിട്ടേ ഇല്ലെന്നാ പറയുന്നത് കേട്ടോ. ഞാൻ മറന്നുപോയി. സ്നേഹിക്കാൻ എന്റെ പേര് സുബി എന്നാണ്. എന്റെ വീട് കോതമംഗലത്താണ്. എനിക്ക് 2 പെൺപിള്ളേരുണ്ട്. എനിക്ക് സിനിമ കാണാൻ ഇഷ്ടമാണ്. ഏതൊക്കെയാ സത്യം? വേറെ പള്ളിക്കാരായോണ്ട് ഒന്നും അറിയത്തില്ല. ഞങ്ങളെ ഒപ്പിച്ചേർന്നാ പറഞ്ഞത്. പറഞ്ഞു കേട്ടോ. നമ്മളെയൊക്കെ ചേർത്താ പറഞ്ഞത്. വേറെ പള്ളിക്കാരാണ്. അന്ന് വൈരമണിന്റെ ഇതിന് വന്നിട്ടുണ്ടായിരുന്നോ? ഞാൻ ശൂന്യാകാശത്തിൽ പോയി താമസിച്ചതാണ്. ഒരു ശേഷക്കാരെ മനുഷ്യനെ കേട്ടോ ആരെ കണ്ടില്ല. അതുകൊണ്ട് ഞാൻ തിരിച്ചു പോന്നു. 30 വർഷം മുമ്പാണ് സംഭവിച്ചത്. പിന്നെ ചമ്പക്കര ഞങ്ങൾ താമസിക്കുന്നത്. ആ ചമ്പക്കര ബസ്സൊക്കെ ഞങ്ങളുടെയാ. കള്ളം പറയാനേ അറിയത്തുള്ളൂ. ഞാനൊരു ഭർത്താവുകാരിയാണ്. കല്യാണം കഴിച്ചു. രണ്ടെണ്ണം സത്യം ഒന്നുള്ളൂ അല്ലേ? പോയിട്ടുണ്ടെന്നുള്ള കാര്യമില്ലയോ? ഓക്കെ, അടുത്തത്. ഏതായാലും നമ്മുടെ മൈൻഡ് ഒന്ന് അല്ലെങ്കിൽ ബ്രെയിൻ ബ്ലോ ചെയ്യാൻ വേണ്ടിയുള്ള ഇതാണ്. ഞാൻ പറയും മാറി ഇരുന്നേനെ, എന്നാലും എല്ലാവരും പങ്കെടുക്കുന്നോണ്ട് പറയാണ്. ഞാനൊരു മദ്യപാനിയാ, മദ്യം കഴിക്കും. പിന്നെ ഞാൻ ഭൂലോകം അതെ അതുണ്ട്. പിന്നെ എനിക്ക് 5 മണി കഴിയട്ടെ. അല്ല അതെ ഞാന് സാധനമൊക്കെ പറയാം. എന്റെ ചേട്ടൻ എന്റെ ഒരു ബ്രദറിലോ മദ്യപാനം അല്ല ചേട്ടനാ. അതെ എന്റെ വൈഫിന്റെ ജ്യേഷ്ഠത്തിയുടെ ഹസ്ബൻഡ് ഞാൻ ചമ്പക്കുളം മാനവരായിട്ടിരിക്കുമ്പോഴാണ് അവർ ഗൾഫിൽ നിന്ന് വന്നതാണ്. അവര് വന്ന് ബാങ്കിൽ വരുന്ന വഴിക്കാൻ വന്ന് എന്റെ ക്യാബിനിലോട്ട് വന്നു ഇരുന്ന് ഫസ്റ്റ് എടുക്കുന്ന ഒരു ബോട്ടിലാണ്. അപ്പൊ ബാക്കി ഞാൻ പറയുന്നില്ല, കാരണം പിന്നെ ബാക്കി കാര്യം അല്ല ഞാൻ കുറിച്ച് കൊടുത്തു. പക്ഷെങ്കിൽ ഞാൻ കള്ളം നിങ്ങൾ കണ്ടുപിടിക്കണമല്ലോ. ഞാൻ ഭയങ്കര മടിയനാണ്. പിന്നെ ഞാൻ കുക്ക് ചെയ്യത്തില്ല, കൃഷി ചെയ്യത്തില്ല. ബോട്ടിന്റെ കളർ കണ്ടോട്ട് പോയതല്ലേ? എന്നാലും അദ്ദേഹം എനിക്ക് ഇങ്ങോട്ട് വന്നല്ലോ. ഞാൻ അപ്പൊ അന്ന് എന്നോട് പറയും വേണ്ട കുഴപ്പമില്ല, കസ്റ്റമേഴ്സിന് ആർക്കെങ്കിലും കൊടുത്തോ. ഞാനത് തല്ലി പുള്ളിയുടെ ഭാഗ്യം തന്നെ വെച്ചു. പക്ഷെ ഇപ്പൊ പുള്ളിക്കാരൻ ഇപ്പം ഇവിടുത്തെ ഏറ്റവും വലിയ ആളാണ് ആത്മീയത്തിന്റെ. എപ്പോഴും ഞാൻ എപ്പോഴും ഓർക്കത്തിന് എന്നാലും അത് ചെയ്തു തുടങ്ങിയല്ലോ. അച്ഛനാണോ? അച്ഛനല്ല, അച്ഛൻ സൂപ്പർ കയ്യ, പേര് പറയുന്നില്ല. അല്ല അത് മണ്ടക്കരമായി തോന്നുന്നുണ്ട്. ഇല്ല, ഒരിക്കലും അങ്ങനെയല്ല, ഒരിക്കലും മാത്രമല്ല, ഏത് സാഹചര്യം വന്നാലും. ഓക്കെ, താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. അത് പറഞ്ഞു കൊണ്ടുവന്നതാ. പക്ഷെ എല്ലാവരുടെ മുമ്പിലായതുകൊണ്ട് നോ പറഞ്ഞതാ.
സത്യം ഒരു കള്ളമായിരുന്നു. ഇപ്പൊ കള്ളമാ കൂടുതൽ. തുടങ്ങിയപ്പോ 2 സത്യം ഒരു കള്ളമായിരുന്നു. സത്യം ഞാന് കോട്ടയം CMS കോളേജിലാണ് ഡിഗ്രിക്ക് പഠിച്ചത്. അത് കഴിഞ്ഞ് അവിടുന്ന് ഡിഗ്രി കഴിഞ്ഞ് ഞാൻ പഞ്ചാബിലെ ഏവിയേഷൻ കോളേജിൽ പോയി. ഞാൻ പൈലറ്റായി. ഫ്യൂവൽ സ്വിച്ച് ഞാന് സിഗരറ്റ് വലിക്കാറുണ്ട്. എന്നെ കൊണ്ട് മേടിപ്പിക്കുന്ന ഒന്നും മേടിപ്പിക്കും. ഗാർഡനിങ് എനിക്ക് ഇഷ്ടമാണ്. അത് സിഗരറ്റ് ഗാജാബീഡിയാ. എനിക്ക് ഗാർഡനിങ് ഇഷ്ടമാണ്. ഏത് ബ്രാൻഡാ വലിക്കുന്നത്? ഇല്ല, ചാർമിനാർ എന്ന് പറഞ്ഞുകൊണ്ട് ഈ കുത്തബ്മിനാർ എന്ന് പറയുന്നത് ഭാഗ്യം. ഓക്കെ, അപ്പൊ എന്തൊക്കെയായിരുന്നു സത്യം? എനിക്കറിയാലോ അല്ലേ? ഞാനല്ലേ പഠിച്ചെന്നുള്ള സത്യം. എന്നെ കൊണ്ട് ആ സിഗരറ്റ് മേടിപ്പിക്കുന്നത്. താങ്ക് യു ഷൈനി, താങ്ക് യു. ഐ വിൽ കം ലാസ്റ്റ്. എന്റെ പേര് ശോഭ എന്നാണ്. പിന്നെ ഞാൻ ആദ്യമായിട്ട് ഔട്ട് ഓഫ് ഇന്ത്യ ജോലി ചെയ്തത് സൗദിയിലാണ്. അതായിരുന്നു എന്റെ ഫസ്റ്റ് ഫ്ലൈറ്റ് യാത്ര. പിന്നെ ഞാൻ നല്ലൊരു സ്വിമ്മറാണ്. എനിക്ക് അതിന് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഞാൻ നല്ലതായിട്ട് സ്റ്റിച്ച് ചെയ്യും. അപ്പൊ അതിന്റെ ഒരു എക്സ്പോർട്ട് ക്വാളിറ്റി, ഒരു നല്ല ബിസിനസ്സും ഉണ്ട്. രണ്ട് കള്ള ഒരു സത്യമാണ്. ആദ്യം പറഞ്ഞ സത്യമാണ്. ആദ്യം പറഞ്ഞ സത്യം, രണ്ടാമത് സോറി. ഞാൻ കല്യാണം എന്റെ പേര് ഷിബു എന്നല്ല. എനിക്ക് പേടിയാണ് സംസാരിക്കാൻ. ഞാൻ പാട്ട് പാടാൻ ഒരു സത്യം പറയണോ? ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല. എന്റെ പേര് അജി എന്നാണ്. ഞാൻ ജനിച്ചത് മഹാരാഷ്ട്രത്താണ്. ഞാൻ പഠിച്ചത് ട്രിവാൻഡ്രത്താണ്. ഞാൻ അന്നേരം എന്തോ കൊങ്ങായിക്ക് പിടിച്ചു വരട്ടെ. ശബ്ദം കുറഞ്ഞു പോയായിരുന്നു. എന്റെ പേര് ശിവ. കൊങ്ങായിക്ക് പിടിച്ചോണ്ടിരിക്കുക. ഞാന് ഇന്ന് വൈകിട്ട് വിളിക്കാം. ഞാൻ ഒരാളായിട്ട് സ്നേഹത്തിലായിരുന്നു. സ്റ്റേറ്റ് വോളിബോൾ പ്ലെയർ ആയിരുന്നു. അതിന്റെ ഒരു അവാർഡ് കിട്ടിയിട്ടുണ്ട്. എനിക്ക് 4 ഭാഷകൾ അറിയാം. ഖേൽ രത്ന. അല്ല, സ്റ്റേറ്റ് ലെവലിൽ വരെ പോയിട്ടുണ്ടെങ്കിൽ അതിന് സാധ്യത ഇല്ലാതില്ല. ഞാൻ പറയാം. എന്റെ പേര് തങ്കച്ചൻ. വാ, എന്നാ തങ്കനാ.
ഞാൻ ജനിച്ചത് കർണാടകയിലാണ്. എനിക്ക് ഗുസ്തിയിൽ മാസ്റ്റേഴ്സ് ഉണ്ട്. ഗുസ്തിയിൽ മാസ്റ്റേഴ്സ്. ഞാൻ കല്യാണം കഴിച്ചിട്ടുണ്ട്. ഇപ്പൊ ലിവിങ് ടുഗദറാണ്. അഡ്രസ് മാറിയല്ലേ? ഞാൻ മ്യൂസിയം പഠിച്ചോണ്ടിരിക്കുക ഇപ്പൊ. ഞാനിവിടെ വന്നപ്പോഴേ ഹലോ ഇവനെ കണ്ടപ്പോഴേ എനിക്ക് തോന്നി ഇതൊക്കെയല്ലോ ഏത് ഒരു ഹലോ 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 സംസാരിച്ചു കഴിഞ്ഞപ്പോ പിന്നെ അത് കംപ്ലീറ്റ് ആയി. ഷുവറായിട്ട് മനസ്സിലായി. അതിനിപ്പോ കണ്ടുപിടിക്കണം. വിടമാട്ടെ വിടമാട്ടെ. ഹലോ ഞാൻ എല്ലാ ദിവസവും രാവിലെ 5 മണിക്ക് എഴുന്നേറ്റ് ഭർത്താവിന്റെ കാൽ തൊട്ട് വന്നിരിക്കും. ഇരുട്ടത്ത് കാല് നല്ലപോലെ കാണാം. ക്യാൻസറായിരുന്നപ്പോ ഞാൻ 67 പ്രേമലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്. ഓരോ കത്തുകളും 5 പേജ് വീതം. അല്ല കാലേ തൊട്ട് അവിടെ ബ്ലാങ്ക് ഇട്ടിട്ട് ഇഷ്ടമുള്ള എന്താന്ന് വെച്ചാൽ ചെയ്തോ. ഹലോ എഴുന്നേക്കണോ എന്നായിരിക്കും പറയുന്നത്. ഹലോ, എന്റെ പേര് സെൽവരാജൻ. അപ്പ മുത്തുമണി. ഞാൻ ജനിച്ചത് നാഗർകോട്ട്. ഞാനൊരു അത്ലറ്റിക്സ് പ്ലെയറാണ്. പേര് വെട്ടും, ട്രഷറർ പേര് വെട്ടും. സ്പോർട്സ് അത്ലറ്റിക്സ്. അപ്പൊ മുത്തുമണിയുടെയും തങ്കമണിയുടെയും മകനാണ്. പക്ഷെ തമിഴ് നല്ല ഹിന്ദി പേരാ കൊടുത്തിരിക്കുന്നത്. സാജൻ മലയാളത്തിൽ തമിഴ് നല്ല പേശ്. അപ്പ വന്ന് നാഗർകോട്ട്. കേൾക്കാമല്ലോ. സാജൻ പറഞ്ഞതെല്ലാം നുണയാ. ഞങ്ങളുടെ വീട്ടിൽ പണ്ട് ആന ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് സ്വന്തമായിട്ടൊരു ആന ഉണ്ട്. കുഴിയാനയാണ്. ആന ഉണ്ടായിരുന്നു. അല്ല, കുഴിയാന. കുഴിയാനയുണ്ട്. ആ ഞാൻ ജീവിതത്തിൽ ആരെയും പ്രേമിച്ചിട്ടില്ല. പറയാൻ പോയപ്പോ ആരാ രക്ഷിച്ചെന്ന് ചോദിച്ചോക്കെ. അന്നയുടെ പേര് പറഞ്ഞാൽ മതി. ഞാൻ പറഞ്ഞപ്പോ പെട്ടെന്ന് അങ്ങ് പറയും. എന്റെ ഫസ്റ്റ് ഡേറ്റ് ഇന്ന പേരാണ് പറയാൻ പറ്റുന്നത്. ഞാൻ പറഞ്ഞു ഫസ്റ്റ് ഡേറ്റ് ആനയാന്ന് പറഞ്ഞാൽ മതി. അതിനകത്തെ സത്യം അറിയാമല്ലോ. എന്റെ വീട്ടിൽ ആനയുണ്ടോ? അന്ന കൊച്ചി. കുഴിയാനയുണ്ട്. വീടുകളിലെല്ലാം കുഴിയാന പണ്ട് ഇപ്പോഴും ഉണ്ട്. അറിയാം. അതിന് എക്സ്പെർട്ട്. പിന്നെ മിമിക്രി പാട്ടിലൊക്കെ ഇങ്ങനെ അവാർഡുകളൊക്കെ ഒത്തിരി വാരി കൂട്ടിയിട്ടുണ്ട്. 4 ഡിഗ്രി ഉണ്ട്. ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല. അച്ഛന് മനസ്സിലായി നമ്മുടെ പള്ളിയിൽ എത്ര കള്ളന്മാരുണ്ട്, എത്ര സത്യവാന്മാരുണ്ടെന്നുള്ളത്. അടുത്ത ആഴ്ച പിടിച്ചോളും. ഇപ്പൊ മൈക്ക് എല്ലാവരുടെയും കൈ കൊണ്ടു പോവാണ്. ഈ പറഞ്ഞ കമന്റുകൾ പറഞ്ഞത് കേട്ടിട്ടില്ല. മൈക്ക് വരും. ഞാൻ പറഞ്ഞ
ഇങ്ങോട്ട് മനസ്സിലായി ഇങ്ങോട്ട് മനസ്സിലിപ്പോ എന്തുവാണ് ഇത്രയും പ്രായമായെങ്കിൽ ഇപ്പൊ വിചാരിക്കുന്നത് ലിവിങ് ടുഗദർ ആണ് ഒന്ന് പ്രേമിക്കണം. ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. മലയാളത്തില് ഭാര്യ ഭർത്താവിനെ സ്നേഹത്തോടെ വിളിക്കുന്ന പേര് ഭർത്താവിനെ വിളിക്കുക നെത്തോലി. അതെ. കേരളത്തിനെ വെച്ചാണ് മലയാളം വിളിക്കുന്നത്. മീനുണ്ടല്ലോ നമ്മളിപ്പോ ഇതിനകത്ത് കുറെ പേര് കുറെ റെസ്പോൺസ് വന്ന് ലിവിങ് ടുഗദർ കൺസെപ്റ്റിനെ പറ്റി ഇവർക്കൊക്കെ ആഗ്രഹമുണ്ടോ അച്ഛൻ പറയുന്ന ലിവിങ് നല്ലൊരു കള്ളം പറയാൻ കഴിയുന്ന ആൾക്കാരുടെ തുടങ്ങി വെക്കണ്ടായിരുന്നു. തുടക്കത്തിലെ 2 സത്യം പറയാൻ പറഞ്ഞു തുടങ്ങിയത് കള്ളമായി കൂടുതൽ. ഏതായാലും ക്രൂശിക്കാൻ കള്ളനെ അന്വേഷിക്കണ്ട. ഒരു സെന്റൻസ് കൊടുത്ത് അങ്ങ് എത്തിച്ചപ്പോ അതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിരിക്കും. അങ്ങനെ ആയി പോയതാ അച്ഛൻ. അത് ചെയ്യാൻ അച്ഛൻ എന്നെ ക്ഷമിക്കും. ഞാൻ പിടിക്കണോ? ഞാൻ പറഞ്ഞു. ഓക്കെ. ഹലോ. ജോസിക്കാരൊക്കെ നല്ല സൂപ്പറായിട്ട് അച്ഛൻ പറഞ്ഞില്ല, പച്ചമ്മ പറഞ്ഞില്ല. പറഞ്ഞു ശനി പറഞ്ഞു. പറയാവേ. സത്യമല്ലേ? ഓക്കെ. എന്റെ പേര് സെന്നി എന്നാണ്. അത് ഫസ്റ്റ് വാക്യമല്ല. ഇനിയും പറയാൻ പോകുന്നത് നിങ്ങളാരും ഷൂ എന്ന് വെക്കല്ലേ. ഞാൻ പട്ടിയിറച്ചി കഴിച്ചിട്ടുണ്ട്. അല്ല ആലോചിച്ച് വരുന്നേ ഉള്ളൂ. ഞാന് ബുർജ് ദുബൈയുടെ മോളിൽ നിന്ന് ചാടിയിട്ടുണ്ട്. 3ാമത്തേത് എന്റെ നടപ്പ് ശരിയല്ല. നമ്മളിപ്പോഴും 3 കള്ളങ്ങൾ പറയുന്നതാണ്. ഒരു മിനിറ്റ് ഒറ്റ സെക്കൻഡ്. ബഹളം ചെറിയ രീതിയിൽ കേൾക്കാം. അപ്പൊ അന്നേരം ഷാരു പറയുന്നുണ്ട് സത്യം പറഞ്ഞാൽ പട്ടിയിറച്ചിട്ടില്ല, സത്യം പറഞ്ഞില്ലെങ്കിൽ പട്ടിയിറച്ചിട്ടില്ല, സത്യം പറഞ്ഞ അമ്മ കല്ലുള്ളൂ. സംഭവമുണ്ടായി. ഒരു സെക്കൻഡ്. താങ്ക് യു. ജോലി ചെയ്തിട്ടുണ്ട്. ഒരു ട്രക്ക് ഡ്രൈവറായിട്ട് ജോലി ചെയ്തിട്ടുണ്ട്. സിസ്റ്റർ ട്യൂട്ടറായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട് യുപിയിൽ. സിസ്റ്റർ ട്യൂട്ടറായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. ഞാനൊരു സ്ത്രീയാണ്. അത് മഹാകള്ളമാണ്. ഞാനൊരു ഭാര്യയാണ്. ഞാനൊരു ഭാര്യയാണ്. നല്ല ഭാര്യ. അത് അച്ഛൻ പറയും.
ലിവിങ് ടുഗദറാ. നല്ല അമ്മയാ, സമ്മതിച്ചിരിക്കുന്നു. ഞാൻ ജനിച്ചത് കോന്നി. ആനക്കോട്ടില്. കോന്നി കോന്നി. ഞാൻ എന്റെ നാട് തിരുവല്ല. ഞാൻ ഇന്ത്യൻ പ്രസിഡന്റായിരുന്നു. കള്ളം പറയേണ്ടത് ചിന്തിക്കുക. പക്ഷെ ആദ്യം സത്യത്തെ തന്നെ തുടങ്ങാം. ഞാൻ എക്കോ ചെയ്യുവല്ല കേട്ടോ ഗോപി, സത്യമായിട്ടുള്ള കാര്യം. പക്ഷെ എന്റെ ഭർത്താവ് സമ്മതിച്ചു തരത്തില്ലെന്നേ ഉള്ളൂ. പഴയ കാര്യങ്ങളൊന്നും വിളിച്ചു പറയല്ലേ. ഇങ്ങേരാ കല്യാണം കഴിഞ്ഞ അന്ന് തൊട്ട് ഞാൻ എന്റെ രാവിലെ എഴുന്നേറ്റ് എന്റെ ഭർത്താവിന് ബെഡ് കോഫി ഉണ്ടാക്കി കൊണ്ട് കൊടുത്തിട്ട് കാല് തൊട്ട് വന്നിട്ടില്ല. അത് സത്യമാണോ എന്ന് ചോദിച്ചു നോക്കണം. പക്ഷെ അല്ല, അതൊരു സത്യമായിരുന്നു കേട്ടോ. പിന്നെ ജീവിതത്തിലേക്ക് നമ്മൾ പോകുമ്പോ ഇവിടൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ അതിന് വല്ല നേരമുണ്ടോ? രാവിലെ ഒരാൾ പോകും, വൈകിട്ട് ഒരാൾ പോകും, അങ്ങനെ എടുത്തോണ്ട് പോകണം. എല്ലാവർക്കും ബ്രേക്ക്ഫാസ്റ്റ്. അത് പുള്ളിക്ക് ഡിനേ ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെയായിരുന്നു. സിനിമയിലൊക്കെ കാണുന്ന പോലത്തെ ഒരു അതൊക്കെ നമുക്ക് അങ്ങനെ ആയിരുന്നല്ലോ അന്ന്. ഭർത്താവാണ് അത് തന്നെ, ഭർത്താവാണ് നമ്മുടെ ലോകം, വീടാണ് നമ്മുടെ അത് തന്നെ. ഇപ്പോഴല്ലേ ലിവിങ് ടുഗദർ ആയത്, ഇപ്പോഴല്ലേ കാര്യങ്ങളൊക്കെ കുറേ പഠിച്ചത്. നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക ഒത്തിരി കാര്യങ്ങള്. പിന്നെ ഞങ്ങള് ഞാനൊരു 10-16 വർഷം വയസ്സായപ്പോ ഇദ്ദേഹത്തിന്റെ കൂടെ കൂടിയതാണ്. അത് കൂടി കേട്ടില്ല, എന്നെ കേട്ടില്ല. പിന്നെ അതിനെ പറയാം, ഇതിന്റെ അകത്ത് അങ്ങനെ പറയാം. ഇത് കഴിയുമ്പോൾ കേൾക്കാൻ ബാക്കി. പിന്നെ ഞാന് ഓൾ ഇന്ത്യ റേഡിയോയില് വർക്ക് ചെയ്തിട്ടുണ്ട്, പെർഫോം ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്ക് 5 ഭാഷ കൈകാര്യം ചെയ്യാൻ അറിയാം. ഞാൻ 5 ഭാഷയിൽ പാട്ട് പാടും. പിന്നെ എന്താ ഉള്ളത്, ഈ ബസ് എങ്ങനെ മാറിപ്പോയെ? ഇതിനകത്ത് ഞാനൊരു ഫയർ ഫൈറ്ററാണ്. ആദ്യത്തെ ശരിയാ അല്ലേ? ബാക്കിയെല്ലാം ശരിയാ. ഓക്കെ, ഒരു ദിവസം ബെഡ് കോഫി ഉണ്ടാക്കി തന്നിട്ടുണ്ട്. ഞാൻ പെണ്ണ് കാണാൻ പോയി, അവിടുന്ന് ഞാൻ ഓടി രക്ഷപ്പെടുകയായിരുന്നു. പുറകെ കൂടിയില്ല. കേട്ടോ, ഓരോരോ സത്യങ്ങൾ പറയാൻ എന്നെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. മോഹനങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയാം. ഒരാള് കല്യാണം കഴിക്കാൻ വന്നിട്ട് ഒരു രക്ഷയില്ല, അങ്ങ് പോവാ. ഒടുവിൽ ചിക്കൻ ബോക്സും പിടിച്ചു. ഇനി എനിക്ക് കല്യാണം കഴിക്കാൻ പറ്റത്തില്ല, ഞാൻ തിരിച്ചു പോവാന്ന് പറഞ്ഞിരിക്കുമ്പോഴാണ് ഒരു ഭാഗ്യക്കുറി വീഴുന്നത്. പുള്ളിയുടെ കൂടെ ജോലി ചെയ്തിരുന്ന, എന്റെ കൂടെ പഠിച്ചുകൊണ്ടിരുന്ന പുള്ളിയുടെ പെങ്ങള്. റേഡിയോയില് പാടിയെന്നുള്ള സത്യമാണ്. ഭാഷ അറിയാവുന്നതുള്ളതും പാടുന്നുള്ളതും സത്യമാണ്. ചിക്കൻ ബോക്സ് വന്ന ആരെങ്കിലും വേണമെന്ന് ചോദി കിടക്കാൻ. കേട്ടില്ല. हिंदी में बोलो. അല്ല, ഹിന്ദി മേ ബോലോ ഇവിടെ. അത് തന്നെ, എക്സാക്ട്ലി. നമുക്ക് ഇനിയും അടുത്ത ഗെയിമിലേക്ക് കിടക്കാം. റെഡി?
So we reached to our first stop. People are going to alight now. This is the bus, and they all will be going that way. നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ, അന്നല്ലോ ഞങ്ങൾ എല്ലാം അകലും. ഇല്ലല്ലേ? ഓ ഓക്കെ. കണ്ണാടി കണ്ണാടി കൂളിംഗ് ഗ്ലാസ് വേണം, മസ്റ്റാ. ഇത് സ്കാനറാ. ആദ്യത്തെ വേണം. ആനയുള്ളവരെയൊക്കെ എടുക്കണം. ആ ആന നീ പോയിക്കോ ഞാൻ വരിക. ഓടി വരിക. ആന്നടി ഞാൻ വരികടി. സ്കാൻ ചെയ്യുക. Dennis, we reached which place it is, don't know, but this is in Texas. Yeah, Dennis, America's diner, Dennis. See, the bus is here.
ഇത് മെമ്മറി സ്റ്റോർ ആവത്തില്ല. ആ ഞാനത് മനുഷ്യരുടെ അതിനെ വേഗം ചെല്ലിയാലെന്ന് അവിടത്താണോ? കഴിക്കാൻ സമ്മതിക്കുന്നില്ല. ഞാനവർക്ക് ഉറങ്ങാൻ സമ്മതിക്കുകയാണെന്ന് പറയുന്നത്. താങ്ക് യു ഡിയർ. രണ്ട് പാക്കറ്റ് കാൻഡിൽ എടുത്തിട്ട് രണ്ടും കുറേയിട്ട് കേട്ടോ. കൊച്ചുമോളെ ഒരു കൊച്ചുമോളെ ഞാൻ അന്നെങ്കിലും ചോറ് കഴിക്കാതിരിക്കാൻ നോക്കും. ഒരു കാലം ചോറ്. പിന്നെ വൈകിട്ടത്തേക്ക് വേണമെങ്കിൽ ഇപ്പം പൂരി വേണമെങ്കിലും കൊതിപ്പിന്റെ ക്ലാസ് തന്നെ ഉള്ളൂ കേട്ടോ. എന്തെങ്കിലും കൂട്ടാനുണ്ടെങ്കിൽ അങ്ങനെ പൂരി എങ്ങനെ ഉണ്ടാക്കിക്കൊണ്ട് വരും. പിന്നെ അല്ലാതെ ഉണ്ടാക്കാൻ പറ്റും. നല്ല തിളച്ച എണ്ണ കോരി ഒഴിക്കണം. എന്നാ ഒരു പൂരിക്കട ആദ്യത്തെ ദിവസത്തെ ലഞ്ചും ഡിന്നറും നമുക്ക് സുഖമായിട്ട് മാനേജ് ചെയ്യാം. നമ്മുടെ എയർ ഹോസ്റ്റസിനെ ഇങ്ങോട്ട് വരാതെ എയർ ഹോസ്റ്റസിന്റെ ഷിഫ്റ്റ് മാറി. എയർ ഹോസ്റ്റസ് അപ്പർ ബർത്തിലാ. ഇത് ഗെയിമിനുള്ളതാണോ അല്ല ഇത് കഴിക്കാനുള്ളതാണോ? ഒരു എയർ ഹോസ്റ്റസ് മിസ്സിംഗ് ആണ്. ഗോൾഡൻ പിള്ളേർക്ക് കുറെ പേർക്ക് ലാഭം. കണിച്ചാൻ ചോറിനകത്ത് മത്തി ഒഴിച്ചാ കഴിക്കും. പാവ അച്ഛനൊരു തമാശ. ഇനി ആ കണ്ണുകൂടെ അത് കണ്ണ
ഞാൻ 18ാമത്തെ വയസ്സ് മുങ്ങി തോന്നുന്നു. ഞാൻ പറഞ്ഞ സ്മോള് ചായ വേണം ചോദിച്ചു. സ്മോള് പറയുമ്പോഴത്തേക്ക് ഞാൻ രക്ഷിക്കപ്പെട്ടു. കഴിയാറായോ? തോന്നുന്നു. രണ്ട് സ്റ്റേറ്റേ ഉള്ളൂ. അതൊരു മലയുടെ മണ്ടയില. അത് വലിയ യോന കണ്ട് ഞങ്ങള്. പിന്നെ സാംസൺ കണ്ടു. ഇതെല്ലാം കൂടെ സ്റ്റോർ ചെയ്യാൻ തന്നെ അവർക്ക് എന്തുമാത്രം സ്ഥലം ഇവിടെ ന്യൂയോർക്കിലായിരുന്നപ്പോ മിക്കവാറും ഞങ്ങളെ വിടും. ലങ്കാസ്റ്ററിലോട്ട് എവിടെയും ഇത് പറ്റി സിഗ്നല്ല. എസ്തേർന്നല്ല. ഈ ഇവരാണ് ബ്യൂഷുകാരെ ക്രിസ്ത്യാനികളായവരായിട്ട് സുന്ദരി പെണ്ണുങ്ങൾ മേക്കപ്പ് പോലും വേണ്ട. അതുപോലെ ഇത് ഫ്രണ്ടിലും ഉണ്ട്, രണ്ട് സൈഡിലും ഉണ്ട്. നമുക്ക് എവിടെ നടുക്ക് കിട്ടണം. എന്നാലേ 3 സൈഡും കാണാൻ പറ്റും. ഷിംബു വറുത്തതിനെ പേര് പറഞ്ഞു. ഷിംബു ആ മീൻകറി പറഞ്ഞു. അടുത്ത പ്രാവശ്യം നാരങ്ങ ചോറ് പൂരി സബ്ജിയൊക്കെ. അച്ഛന് വിളിക്കാം. അത് വേറെ 8 വെച്ച 10.
അതെല്ലാം എടുത്തിക്കോ, ചിലതൊക്കെ എടുത്തിട്ട് ചെറുതാണ്, ഏറ്റവും ചെറിയ വീഡിയോ ആണ്, എങ്കിലേ ആൾക്കാർക്ക് ലോങ് കാണാനല്ലേ സമയം. 1 മിനിറ്റ് കൊണ്ട് എല്ലാം കൂടെ അങ്ങനത്തെ പല ക്ലിപ്പാണ്. അതെ വരുന്നു നിൽക്കാം എല്ലാം ചേർന്ന്. എല്ലാവരും ഒന്ന് ഓർഡർ ചെയ്തോ. നിങ്ങൾ ഓക്കെ അല്ലേ നിങ്ങളെ? ഫുഡ് ഫ്രീ അത് എന്റെ നീട്ടി കാണുമ്പോൾ പുള്ളി പിന്നെ ഞാൻ ചാർജ് താമസിക്കുന്ന വീട് മാറാൻ പോകുന്ന വീട് ബാക്കി വീടിൻ്റെ 3.5 വീട്ട് വെള്ളം കയറും. 3.5 ഫീറ്റ്. അപ്പോൾ ഇതിൽ എത്ര വരെ വെള്ളം? അപ്പോൾ ഞങ്ങളുടെ പണിക്ക് അവിടെ എല്ലായിടത്തും പോയി ചെയ്യുന്നല്ലേ.
We are just getting out from the Golden Coral Texarkana. Just so you know, The city. the earliest my analysis would be made is like, but anyway, you know what, but we went with the natural fertilizer and soil solution. നല്ല ചൂടായി. Thank you.